പശ്ചിമേഷ്യയിലെ യുദ്ധം കനക്കുമ്പോൾ വലിയ ഭീതിയിൽ തന്നെ ആശങ്കയിലാണ് ഒരു പറ്റം പ്രവാസികൾ. എന്തായാലും കേരളത്തിൽ നിന്ന് ഉള്ള മലയാളികളടക്കം നിരവധി പ്രവാസികളാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ദൈനംദിന ജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അടിയന്തരമായിട്ട് അകത്ത് തന്നെ ഇരിക്കാനുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട്, പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. എന്തായാലും കേരളത്തിൽ അവരെ വിളിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനും ഇരിക്കുന്ന ബന്ധുക്കൾക്കൊക്കെ ഒരു ഭീതിയാണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. എന്തായാലും ഇറാന്റെ ആക്രമണത്തിൽ വലിയ ഭീതി തന്നെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുമ്പോൾ അത്തരത്തിലുള്ള വാർത്താ വിശദീകരണങ്ങളിലേക്ക് നമ്മളോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ് ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ യുദ്ധം കനക്കുമ്പോൾ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഈ പ്രവാസികളുടെ ജീവിതമാണ്. നമ്മളുടെ കേരളത്തിന്റെ ഒരു സാമ്പത്തിക തൂൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവരുടെ ഈ ജോലിയൊക്കെ ഈ ഒരു യുദ്ധം ബാധിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ എത്രത്തോളമാണ് അത് നടക്കുന്നത്? വളരെ ആശങ്കാകുലമായ സാഹചര്യമാണല്ലോ. ലോകരാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ചൈനയോ അല്ലെങ്കിൽ ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങി ഗൾഫ് മേഖലയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയിൽ നിന്ന് എണ്ണ ലഭിക്കാതാവുന്നത് അവരുടെ എനർജി സെക്യൂരിറ്റിയെ നിർണായകമായി സ്വാധീനിക്കുമെന്നതാണ് പ്രശ്നം. ഭാരതത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മുടെ എനർജി സെക്യൂരിറ്റിയെ ഇത് അപകടപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് മാത്രമുള്ള ഒരു സവിശേഷമായ സാഹചര്യം ഇന്ത്യൻ പ്രവാസികളുടെ സാന്നിധ്യമാണ്. ഏകദേശം 1 കോടി ഇന്ത്യക്കാരാണ് ഈ ഗൾഫ് മേഖലയിലുള്ളത്. അതിൽ 90 ലക്ഷത്തോളം ആളുകൾ അവിടെ പല വിധത്തിൽ ജോലി ചെയ്യുന്നവരാണ്. സ്ഥിരതാമസക്കാരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഇന്ത്യൻ പ്രവാസികളിൽ മഹാഭൂരിപക്ഷം മലയാളികളാണെന്ന് കാണണം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് എന്ന് പറയുന്നത് അവരുടെ 2ാം വീടാണ്. അതുപോലെ ദുബായ് നഗരം എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഏതൊരു നഗരവും പോലെ തന്നെയാണ് മലയാളിക്ക് ദുബായ്. കോഴിക്കോട്ടുള്ള ഒരാൾ തിരുവനന്തപുരത്ത് വരുന്നത് പോലെയാണ് കരിപ്പൂരിൽ നിന്ന് വിമാനത്തിൽ കയറി ദുബായിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ പ്രവാസികളായി കഴിയുന്നു എന്നത് പോലും യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് അവിടെയെല്ലാം താമസിക്കുകയും അവിടെ ഫ്ലാറ്റുകളുണ്ട്, അവിടെ കുട്ടികൾ അവിടെ പഠിക്കുന്നു, മലയാളികൾ നടത്തുന്ന എത്രയോ സ്കൂളുകൾ അവിടെയുണ്ട്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, ഏറ്റവും വലിയ വ്യാപാര ശൃംഖലയുള്ളത് നമ്മുടെ ലുലു ഗ്രൂപ്പിനാണ്. അങ്ങനെ ഈ ഗൾഫ് മേഖലയിൽ വ്യവസായം നടത്തിയും വിവിധ സർവീസ് മേഖലയിൽ പ്രവർത്തിച്ചും ടെക്നോക്രാറ്റുകളായും ഒക്കെ ആ രാജ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന ചെറിയ ചലനം പോലും കുറെ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നത് മാത്രമല്ല, ആ രാജ്യത്ത് വേരുറപ്പിച്ചവരാണ് നമ്മൾ. ആ രാജ്യത്തിന്റെ ഭാഗമായി, അവരുടെ സമ്പദ്ഘടനയുടെ ഭാഗമായി അവിടെ വലിയ രൂപത്തിൽ പണം നിക്ഷേപിച്ച് ആ രൂപത്തിലുള്ള ഒരു ബന്ധമാണ് ആ രാജ്യത്തുള്ളത്. ഇപ്പൊ കേരളത്തില് ധാരാളം ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബംഗാളികളെല്ലാം തിരിച്ചങ്ങോട്ട് പോയാൽ മതി. അത്തരത്തിലുള്ള ഒരു വിഷയം അല്ല യഥാർത്ഥത്തിൽ ഗൾഫും മലയാളികളും തമ്മിലുള്ളത്. അവര് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, നമ്മുടെ 2ാം വീട് പോലെയാണ്. അപ്പൊ അവിടെ നിരന്തരമായ സംഘർഷം ഉണ്ടാകുന്നു എന്നുള്ളത് ഭയങ്കരമായ നമ്മളെ ബാധിക്കും. അത് നമ്മളെ വൈകാരികമായ പ്രതിസന്ധിയിലാക്കും. ഓരോ വീട്ടിലും 1-2 ആളുകളെങ്കിലും ഗൾഫിലുണ്ടാവും, ദുബായിലുണ്ടാവും, ഒമാനിലുണ്ടാവും, ഖത്തറിലുണ്ടാവും. അപ്പോൾ അവിടെയെല്ലാം ഒരു ഡ്രോൺ വന്ന് വീഴുമ്പോൾ ആ ഡ്രോൺ വീഴുന്നത് അവരുടെ ബന്ധുക്കളായിട്ടുള്ള, അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്, അവരുടെ മനസ്സിൽ കൂടിയാണ്. അപ്പൊ അത്തരത്തിൽ വലിയ വൈകാരികമായ പ്രതിസന്ധി കൂടി മലയാളികൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ഈ യുദ്ധം. അതോടൊപ്പമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ സ്കൂളുകൾ അടച്ചിടും, അതുപോലെ വിസ നിയന്ത്രണങ്ങൾ ഉണ്ടാകും, യാത്രാ വിലക്കുണ്ടാകും. വളരെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിന് കേരളത്തിലേക്ക്, നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യത്തിന് അവർക്ക് വിമാനം കിട്ടാത്ത സാഹചര്യം വരും. ഇതെല്ലാം ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിൽ നഷ്ടവും ഒപ്പം നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക സംഘർഷവും വൈകാരിക പ്രശ്നവും കൂടി മലയാളിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് കരുതാം. 1991 ഇറാഖ് കുവൈറ്റ് ആക്രമിച്ച സമയത്ത് വലിയ ഭീതിയിലും സംഘർഷത്തിലും ഒക്കെ കടന്നുപോയ അനുഭവം അന്നത്തെ ആളുകൾക്ക് ഇപ്പോഴും ഓർത്തെടുക്കാവുന്നതാണ്. അത്രയും വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി കഴിഞ്ഞ ഒരു 4 മാസമായിട്ട്
ഒരു ഭീതിയിലാണ്, സമാധാനമില്ലാത്ത അവസ്ഥയിലാണ്. അത് കൂടുതൽ ഇന്റൻസിഫൈ ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഘടകമാണ്. ഈ ഹോർമുസ് അടച്ചിട്ടിരിക്കുന്നത് ഗൾഫ് മേഖലയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം 80% ഭക്ഷണ സാധനങ്ങളും അവിടെ നിന്ന് വരണം, കപ്പലുകൾ കടക്കണം എന്നുള്ള രീതിയിലാണ്. കാരണം എങ്കിൽ മാത്രമേ ഇവരുടെ ദൈനംദിന ജീവിത കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ആ ഒരു കപ്പലിനെയൊക്കെ ആശ്രയിച്ചാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോർമുസ് പൂർണ്ണമായിട്ട് അടയ്ക്കുന്നതും വലിയ വെല്ലുവിളിയായിട്ട് മാറി. തീർച്ചയായിട്ടും മാറും. ഇപ്പം കേരളത്തിൽ നിന്ന് മത്സ്യവിഭവങ്ങൾ, അതുപോലെ പച്ചക്കറി, പഴം തുടങ്ങി അതുപോലെ പലതരത്തിലുള്ള ധാന്യങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം അവിടേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളൊന്നും അവർക്ക് ഭക്ഷ്യസുരക്ഷയുള്ള രാജ്യങ്ങളല്ല. അവർക്ക് എണ്ണ മാത്രമേ പ്രകൃതി വിഭവം എന്ന നിലയിൽ ഉള്ളൂ. അപ്പം ബാക്കി വസ്തുക്കളെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തണം. അവിടെ താമസിക്കുന്ന പ്രവാസികളും തദ്ദേശവാസികളും അടക്കമുള്ള മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് എല്ലാവിധ സേവനങ്ങളും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്നതാണ്. അപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ അത് എണ്ണ വിതരണം തടസ്സപ്പെടും എന്നുള്ളത് മാത്രമല്ലല്ലോ, ഭക്ഷണവും മരുന്നും മറ്റ് വസ്തുക്കളെല്ലാം അവിടേക്ക് ഈ കടൽ മാർഗമാണ് വരേണ്ടത്. അതൊരു വളരെ പ്രധാനപ്പെട്ട മാരിടൈം ചോക്ക് പോയിന്റ് ആണ്. അത് അത് ഇന്ത്യൻ അറേബ്യൻ സീയിൽ നിന്ന് ഗൾഫ് ഓഫ് ഒമാൻ, ഒമാനിലെത്തി അവിടെ നിന്ന് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ വേണം ഗൾഫിലേക്ക് എത്താൻ. അപ്പം ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേരിയ ഒരു കപ്പൽപാതയാണിത്. അതിന്റെ 33 കിലോമീറ്റർ ആണ് അതിന്റെ ഏറ്റവും ചുരുങ്ങിയ വീതി. ചില സ്ഥലങ്ങളിൽ 55 കിലോമീറ്റർ ഉണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന കപ്പൽപാതയ്ക്ക് 10 കിലോമീറ്റർ വീതിയുള്ള ഒരു കപ്പൽപാതയാണ് അവിടെയുള്ളത്. അത് 3 കിലോമീറ്റർ അങ്ങോട്ടും 3 കിലോമീറ്റർ ഇങ്ങോട്ടുള്ള സഞ്ചാരത്തിനുമായി ഉപയോഗിക്കും. ബാക്കി മധ്യഭാഗം സുരക്ഷിത മേഖലയെ നിലനിർത്തും. അങ്ങനെ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, വളരെ കൃത്യമായി നടന്നു വന്ന ഒരു കപ്പൽ ഗതാഗത പാതയാണത്. അവിടെയാണ് ടോട്ടൽ ഡിസ്റപ്ഷൻ വരുന്നത്. ഇപ്പൊ ഏകദേശം ടോട്ടൽ ഡിസ്റപ്ഷൻ ആയി. മാത്രവുമല്ല, ഗൾഫ് ഓഫ് ഒമാനിലും അറേബ്യൻ സീയിലും ഒക്കെ അമേരിക്കൻ ഉപരോധമുണ്ട്. അപ്പൊ ഈ ഇറാനിലേക്ക് പോകുന്ന കപ്പലുകള് അമേരിക്ക തടയും, ഇറാനിൽ നിന്ന് വരുന്ന കപ്പലുകളെയും അമേരിക്ക തടയും. അതല്ലാതെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിനും മിസൈൽ ആക്രമണത്തിനും വിധേയമാകും. ഇതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? അപ്പം ഗൾഫ് രാജ്യങ്ങള് എന്ന നിലയിൽ മാത്രമല്ല, ഗൾഫിലുള്ള മുഴുവൻ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഈ അമേരിക്കയുടെ നാവിക ഉപരോധത്തിന്റെയും ഹോർമുസ് കടലിലേക്ക് അടച്ച ഇറാന്റെ നടപടിയും ചേർന്ന് രണ്ടും കൂടെ ചേരുമ്പോൾ അത് വലിയ ആഘാതം അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കും ഉണ്ടാകുന്നു, ലോക സമ്പദ്ഘടനയ്ക്കും ഉണ്ടാകുന്നു. അങ്ങനെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നേരിടുന്നത്. അതായത് എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ, അതായത് US താവളങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നത് അവിടുത്തെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടവും വലിയ പ്രതിസന്ധിയും ആകുമ്പോൾ തന്നെ ഈ ഹോർമുസ് കടലിടുക്കും അവിടെ വളരെ നിർണായകമായി മാറുകയാണ്. എന്തായാലും വിജയ് വിൻസെന്റ് ആണ് വിദേശ വാർത്തകളുമായിട്ട് വിശദീകരിച്ച് നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും അടുത്ത വാർത്തകളുമായിട്ട് കാണാം.